Hi friends, welcome to my channel Disha Malayali YouTuber. അപ്പോൾ നമ്മുടെ വെഡിങ് സീരീസിൻ്റെ 3rd ഡേ ആണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ഡേ ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ നമ്മുടെ ഫുൾ ബോഡി നിറം വെക്കാനും നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആകാനും റിങ്കിൾസ് ഒക്കെ മാറാനും വേണ്ടിയിട്ടുള്ള 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബോഡി ട്രീറ്റ്മെൻ്റ് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെമഡിയാണ്. വെറും 2 സ്റ്റെപ്സേ ഉള്ളൂ. അപ്പോൾ വീട്ടിലേക്ക് പോരോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ആ കൊച്ചു ബെലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നേരെ ഹോം മെയ്ഡ് ബോഡി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് 2 സ്റ്റെപ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് സ്കിൻ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോഡി സ്ക്രബാണ്. ഗ്ലോ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോഡി പാക്ക് ആക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ വേണം. ഇതിപ്പോൾ നിങ്ങൾ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാനാണെങ്കിൽ അതനുസരിച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തോണം. ഞാനിതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ഒരു കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അത്രത്തോളം ക്വാണ്ടിറ്റിയും ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. അതിനുശേഷം ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ബദാം ഓയിലോ ഏതായാലും മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ാണ് അപ്പോൾ ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് മിക്സ് തയ്യാറാക്കിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് 1 ടേബിൾ സ്പൂൺ ഗോതമ്പിൻ്റെ പൊടിയാണ്. അപ്പോൾ അത് ഒറിജിനൽ ഗോതമ്പ് മേടിച്ചിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുക. അല്ലാതെ ആട്ടയല്ല, ഒറിജിനൽ ഗോതമ്പ് മേടിച്ചിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുക. അടുത്തത് 1 ടേബിൾ സ്പൂൺ ചുവന്ന പരിപ്പിൻ്റെ പൊടിയാണ്. മസൂർ ഡാൽ ഉണ്ടല്ലോ, അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അടുത്തത് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് നല്ലവണ്ണം പൊടിച്ചെടുത്തത്. അതിപ്പോൾ തൊലിയുള്ളതായാലും കുഴപ്പമില്ല, തൊലിയില്ലാത്തതായാലും കുഴപ്പമില്ല. അപ്പോൾ അത് ഉഴുന്ന് പരിപ്പ് നല്ലവണ്ണം പൊടിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ബോഡി പാക്ക് ഇതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 1-2 സംഭവങ്ങളൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഇത് ബോഡിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലിട്ട് അടച്ച് സൂക്ഷിക്കാം. എന്നിട്ട് നമുക്കിത് ഡെയിലി ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടോ അതെടുത്തിട്ട് ഒരു പാക്ക് ആക്കിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി ആവശ്യമുണ്ടോ അത്രത്തോളം എടുക്കുക. ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ബോയിൽ ചെയ്യാത്ത മിൽക്കാണ് കേട്ടോ, പച്ചപ്പാലാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു 1.5 ടേബിൾ സ്പൂണോളം നാരങ്ങാ നീരൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ബോഡി പാക്ക്. ആദ്യം ബോഡി സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വീക്ക്ലി 2 ടൈംസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ സ്ക്രബ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് സ്കിൻ ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ആയിട്ട് നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആകും. അപ്പോൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കോഫി പൗഡറും ലെമൺ ജ്യൂസും അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കോഫി നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ചുളിവുകളൊന്നും ഉണ്ടാകാതെ നമ്മുടെ സ്കിൻ നല്ല യങ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും കോഫി വളരെയധികം നല്ലതാണ്. പിന്നെ ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ കോക്കനട്ട് ഓയിലാണ്, അത് നമ്മുടെ ബോഡിയെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കും.
സ്ക്രബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് വെച്ചിരിക്കുക. അതിനുശേഷം ഇത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക. നമുക്ക് ബോഡി പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാവുന്നതാണ് കേട്ടോ. സോപ്പിന് പകരമായിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മിക്സിലേക്ക് മിൽക്കും ലെമൺ ജ്യൂസും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടറോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ബോഡിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ, നല്ല ഗ്ലോ കിട്ടാനായിട്ട് ഈ ഒരു പാക്ക് ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആകാനും സ്മൂത്ത് ആകാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമ്മളിതിനകത്ത് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണം തരുന്നതാണ്. അപ്പോൾ മിൽക്ക് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും മിൽക്ക് വളരെയധികം നല്ലതാണ്. പിന്നെ ലെമൺ നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണ്. അപ്പോൾ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും ലൈറ്റൻ ചെയ്യാനും നല്ലതാണ്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ്സ് ഇതുപോലെ വെച്ചിരിക്കുക. അപ്പോൾ ഇതൊരു 10 മിനിറ്റിന് ശേഷം ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ബോഡിയിൽ ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഒരു ബോഡി ലോഷനോ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ബദാം ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഡാബറിൻ്റെ ആണ്. അപ്പോൾ സ്കിന്നിൽ ആ ഒരു ചെറിയ നനവോടെ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങ് അബ്സോർബ് ആകും. ചെയ്യാനുള്ള ബോഡി കെയറും ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്ക്രബ് വീക്ക്ലി 2 ടൈംസ് ചെയ്താൽ മതി. ബോഡി പാക്ക് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. നിങ്ങൾ എന്താണ് സോപ്പിന് പകരമായിട്ട് അത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ സോപ്പ് ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഡേ കണ്ട വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കണം. നാളെ കാണുന്നത് വരെ ബൈ.